ഹായ് ഹലോ എമീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും നല്ല മഴയൊക്കെയാണല്ലേ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന കുറച്ച് ചെടികളുടെ വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ ചെടി മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയുടെ കുറച്ച് പേർക്കും കൂടെ പ്ലാൻസ് അയച്ച് തീർക്കാനുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ അതുപോലെ തന്നെ മഴയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് നമുക്ക് അയക്കാനുള്ളൊരു ബുദ്ധിമുട്ടും വന്നു പോയതുകൊണ്ടാണ് കേട്ടോ. അപ്പം അത് അയച്ച് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വീഡിയോയുടെ ഓർഡേഴ്സ് അയക്കാൻ തുടങ്ങത്തുള്ളൂ. അത് ഞാൻ തുടക്കത്തിൽ തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും പ്ലാൻസ് അയച്ച് തരുന്നതാണ്. അതുപോലെ തന്നെ അയച്ച് തരുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യുന്നതുമായിരിക്കും കേട്ടോ. ഉറപ്പായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും DTDC കൊറിയർ വഴിയും പ്ലാൻസ് അയച്ച് തരുന്നുണ്ട്. അത് പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് സെയിലായിട്ട് മാത്രമല്ല പറയുന്നത്, പ്ലാൻസ് എങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ എങ്ങനെ എടുത്ത് പിടിപ്പിക്കാം എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യമായിട്ട് തന്നെ നമുക്ക് ചൈനീസ് ബോൾസം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം പലയിടത്തുനിന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, പിടിക്കാതെ പോയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിടിച്ച് കിട്ടിയവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ടൈമിൽ കട്ടിങ്സൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം ചൈനീസ് ബോൾസം പ്ലാന്റ്സിനൊക്കെ ഒത്തിരി ലൈഫില്ല. അപ്പം പുതിയ പ്ലാന്റ്സ് നമ്മൾ പിടിപ്പിച്ചെടുക്കണം. അങ്ങനെയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ ഒത്തിരി വളം ഉപയോഗിക്കാതിരിക്കുക ഈ ഒരു ചെടിക്കൊക്കെ, അങ്ങനെയൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴ പെയ്യുന്നതും നനയുന്നതും കൊണ്ട് കുഴപ്പമില്ല, വെള്ളം കെട്ടി നിൽക്കാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും കേട്ടോ. അപ്പം ചൈനീസ് ബോൾസ് നമുക്ക് 10-12 കളേഴ്സോളം അവൈലബിൾ ആണ്. നമ്മൾ 10 കളറിൻ്റെ കോംബോയാണ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കളേഴ്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് വെരിഗേറ്റഡിൽ തന്നെ 4 കളേഴ്സ് വരുന്നുണ്ട്. ഈ കാണുന്ന ഒരു പിങ്ക് കളറ്, പിന്നെ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറ്, പിന്നെ ഇത് കണ്ടില്ല നല്ലൊരു റെഡ് തന്നെയാണ്, ഒരു റെഡ് കളറ്, ഇത് കണ്ടില്ലേ റെഡ്. അതുപോലെ തന്നെ ഈ കാണുന്ന വൈറ്റ്. ഇങ്ങനെ വെരിഗേറ്റഡിൽ തന്നെ 4 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന കളേഴ്സാണ് കേട്ടോ ഇതെല്ലാം. നമുക്ക് ടോട്ടലി ഒരു 12-13 കളേഴ്സോളം അവൈലബിൾ ആണ്. അപ്പം നമ്മൾ 10 പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടായിരിക്കും ഇത് അയച്ചു തരുന്നത് കേട്ടോ. 10 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഉള്ളതാണെങ്കിൽ നമുക്കൊന്ന് ഇട്ട് തന്നാൽ അത് ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സും അതുപോലെ തന്നെ മീഡിയം സൈസ് പ്ലാന്റ്സിൻ്റെയും കോമ്പോസ് അവൈലബിൾ ആണ്. രണ്ടിൻ്റെയും പ്ലാന്റ് സൈസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വലിയ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ 3-4 ബ്രാഞ്ചസൊക്കെയുള്ള ഇതുപോലെ ഉണ്ടോ, ഇതുപോലെയുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ. ഇതുപോലെ ഒത്തിരി നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റാണ് വലിയ പ്ലാന്റ് എന്ന് ഉദ്ദേശിച്ചത്. അപ്പം വലിയ പ്ലാന്റ്സ് നമുക്ക് 10 കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 800, 5 കളേഴ്സ് 450 ആയിരിക്കും റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്കിതിൻ്റെ തൊട്ട് ചെറിയ സൈസുണ്ട്. സൈസ് ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അടുത്ത പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് ചെറിയ സൈസ് 2 ഷൂട്ട്, പരമാവധി 2 ഷൂട്ടെങ്കിലും കാണും കേട്ടോ. സിംഗിൾ ഷൂട്ടല്ല, 2 ഷൂട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കട്ടിങ് എടുക്കാം, ഇല്ലെങ്കിൽ കട്ടിങ് എടുത്തും കൂടെ വെക്കണമെങ്കിൽ വലിയ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കട്ടിങ്സും നമുക്ക് ഇപ്പം സെയിലിന് അവൈലബിൾ ആണ്. 10 കട്ടിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ചെറിയ പ്ലാന്റ്സ് നമുക്ക് 10 കളേഴ്സ് 600, അതുപോലെ 5 കളേഴ്സ് 300, ഈ പറയുന്ന എല്ലാം കൊറിയർ ചാർജ് ഉൾപ്പെടുത്തിയിട്ടാണ്. അതുപോലെ തന്നെ കട്ടിങ്സ് നമ്മൾ 10 കളേഴ്സിൻ്റെ കട്ടിങ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ 250 കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. പിന്നെ അതിൽ കൂടുതൽ കട്ടിങ്സ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ പറയാവുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, കട്ടിങ്സ് എടുക്കേണ്ട രീതിയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ ഒത്തിരി നീളത്തിൽ കട്ടിങ്സ് എടുക്കേണ്ട ആവശ്യമില്ല.
ഇത്രയും നീളം. ചിലവർ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കും. ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു കട്ടിങ് ഞാൻ എടുത്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇത് കണ്ടോ, ഇത്രയും ഈ ഒരു വലിപ്പം മതി കേട്ടോ കട്ടിങ് വെക്കുമ്പം. ഒത്തിരി ഹൈറ്റിൽ കട്ടിങ് വെച്ചാൽ പ്ലാന്റ് ഒത്തിരി പൊങ്ങിപ്പോയി കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയില്ല. അപ്പം ഇതുപോലെ കട്ടിങ്, ഇത്രയും ചെറിയ കട്ടിങ് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കും. അതുപോലെ തന്നെ കട്ടിങ് എടുക്കുമ്പോൾ ഈ ഒരു നോഡ് കണ്ടോ, ഇതിൻ്റെ ജസ്റ്റ് താഴേന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിലായിരിക്കും, ഈ നോഡിൽ കൂടി ആയിരിക്കും പുതിയ റൂട്ട് വരുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെയാണ് അപ്പം കട്ടിങ് എടുക്കേണ്ടത്. അപ്പം കട്ടിങ് എടുക്കേണ്ടത് മനസ്സിലായല്ലോ. കട്ടിങ് എടുത്തിട്ട് നിങ്ങൾ പരമാവധി മണലിൽ തന്നെ കുത്തിവെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മണലില്ലെങ്കിൽ ചകിരിച്ചോറ്. ഇപ്പോൾ നിങ്ങൾക്ക് ജിഫി ബാഗ് അവൈലബിൾ ആണെങ്കിൽ ജിഫിയിലും കുത്തിവെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അത്യാവശ്യം ചാറ്റൽ മഴ കിട്ടുന്നിടത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ റൂട്ടാവും കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ബ്രാഞ്ചസിൽ തന്നെ ഇങ്ങനെ മഴയത്തിരുന്ന് റൂട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, സൈഡിലൊക്കെ റൂട്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിലൊക്കെ കണ്ടോ റൂട്ട്, സൈഡിൽ കൂടെയൊക്കെ കണ്ടോ, ഈ നോഡിൽ കൂടെ റൂട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് മഴയത്തിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ മഴയത്ത് ഇങ്ങനെ വെച്ചാൽ തന്നെ വേനൽക്ക് ഇതുപോലെ റൂട്ട് വരില്ല. മഴയത്ത് പെട്ടെന്ന് ഇതിനൊക്കെ റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത്. ചൈനീസ് ബോൾസ് മേടിച്ച് മടുത്തവരൊക്കെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് മേടിക്കുക കേട്ടോ, ഉറപ്പായിട്ടും പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ഒത്തിരി വളമിട്ട് ഇത് നടാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓവർ വളം വേണ്ട. അങ്ങനെയൊക്കെ ഓവർ വെള്ളം കെട്ടി നിൽക്കുമ്പോഴൊക്കെയാണ് പ്ലാന്റ് ചീഞ്ഞു പോകുന്നത്. ചകിരിച്ചോറും അതുപോലെ തന്നെ മണലുണ്ടെങ്കിൽ കുറച്ച് മണ്ണും ഉപയോഗിച്ച് നട്ടാൽ മതിയായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ മരമുല്ല അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള പ്ലാന്റ്, ഇതൊന്നും എത്ര മഴ കൊണ്ടാലും പോകത്തില്ല ഇങ്ങനെയുള്ള പ്ലാന്റ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെയുള്ള പോകാത്ത ടൈപ്പ്, മഴയത്ത് പിടിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റിൻ്റെ കോംബോ ചെയ്യുന്നത് കേട്ടോ. മരമുല്ല ഇത്രയും സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. 150 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് അസീലിയ പ്ലാന്റ്സ് വരുന്നതായിരിക്കും കേട്ടോ. ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈസ് ആകണമെന്നില്ല, എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. ഒരു പ്ലാന്റ് 120 പ്ലസ് ഈസിക്കായിരിക്കും നമ്മൾ അയക്കുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ലൻറ്റാന പ്ലാന്റ്. ഇതുപോലെ ഇത് നമ്മൾ മതിലിൽ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, ഹാങ് ആകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് 5 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള 5 നല്ല കളേഴ്സാണ് കേട്ടോ വരുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കണമെന്നില്ല, വെറുതെ ചട്ടിയിലാണെങ്കിലും വെക്കാം, ഹാങ്ങിങ് പോട്ടിൽ വെക്കാം. നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വരും. ഈ ഒരു ടൈമിൽ പെട്ടെന്ന് പിടിച്ചും കിട്ടും കേട്ടോ. നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഷേപ്പ് ചെയ്യാറായി. ഇത് നട്ടിട്ട് ഒത്തിരി ആയില്ല, ഒരു 2 മാസത്തോളം ആയിട്ടേ ഉള്ളൂ. നമുക്ക് 5 കളേഴ്സ്, പിന്നെ ഒരു ഡബിൾ കളറും റെഡുമാണ് കേട്ടോ വരുന്നത്. ലാൻഡാന കോംബോ 5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് 300 ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് മെലസ്റ്റോമ പ്ലാന്റ് 3 കളേഴ്സ് അവൈലബിൾ ആണ്. വൈറ്റ്, ഈ കാണുന്നൊരു പിങ്ക്, പിന്നെ ഈ കാണുന്ന വയലറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. 3 പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 ആയിരിക്കും റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഈ കാണുന്ന മണിമുല്ലയാണ്. നല്ല വള്ളിയൊക്കെ വീശാൻ തുടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 150 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് സൺഡേ മണ്ടേയുടെ നമുക്ക് ഹൈബ്രിഡും നാടനും അവൈലബിൾ ആണ്. നാടനെ പൂക്കൾക്ക് സ്മെല്ലുണ്ടാവുള്ളൂ, പ്രത്യേകം ഒന്ന് പറയുകയാണ് കേട്ടോ. അപ്പം ഇത്രയും വലിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ്. അപ്പോൾ 150 പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ചെമ്പരത്തി ഇപ്പോൾ അവൈലബിൾ ആണ്. പ്ലാന്റ് തന്നെയാണ് ചെമ്പരത്തി. അപ്പോൾ ചെമ്പരത്തി നമ്മളൊരു 3 പ്ലാന്റിൻ്റെ കോംബോ തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സായിട്ടുള്ള 3 കളറ്. എല്ലാം നല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ വരുന്നത്. 3 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 ആയിരിക്കും റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ടോറിനോയും ഈ മഴക്കാലത്ത് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം നമുക്ക് സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ 5 കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
5 കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് 350 ആയിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പിൻ തൈ അവൈലബിൾ ആണ്. ഇപ്പോഴൊക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഈ സമയം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ആർക്കെങ്കിലും ഇത് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ. ഒരു പ്ലാന്റിന് 60 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് കാണിച്ച പ്ലാന്റ്സൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ്സാണ്. അതുപോലെ കാറ്റ്സ് ക്ലോയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഡെയ്സി 3 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. എനിക്കിപ്പോൾ പൂവില്ല പ്ലാന്റിൻ്റെ ഒന്ന് കാണിക്കാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത്. ഈ ഒരു ടൈമിൽ പിടിപ്പിക്കാൻ അനുയോജ്യമായ പ്ലാന്റ്സ് തന്നെയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നതെല്ലാം. അപ്പം അതുപോലെ തന്നെ നമുക്ക് തായ്ലാൻഡ് വെറൈറ്റി കുറച്ച് ഓർക്കിഡ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.